ഹൈഡ്രജൻ ആറ്റം സെൻട്രൽ പൊട്ടൻഷ്യലിലെ ഒരു ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം തന്നെയാണ് ഹൈഡ്രജൻ ആറ്റം എന്ന് പറയുന്നത്. ഓരോ തിയറി പഠിക്കുമ്പോഴും നമ്മൾ അതിൻ്റെ ഫിസിക്കൽ എക്സാമ്പിളായിട്ട് ഹൈഡ്രജൻ ആറ്റം സ്റ്റഡി ചെയ്യുന്നുണ്ട്. കാരണം എന്താ, ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ളൊരു സിസ്റ്റമാണ്. സോ നമുക്ക് അത് വെച്ച് എന്ത് ചെയ്യാം, ഹയർ ഓർഡറിലുള്ള കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റംസ് സ്റ്റഡി ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ ഹൈഡ്രജൻ ആറ്റം നമ്മൾ സെൻട്രൽ പൊട്ടൻഷ്യൽ നമ്മൾ പഠിച്ചല്ലോ. അപ്പം അതും കൂടി അതിൻ്റെ വേവ് ഫംഗ്ഷനും അതേപോലെ തന്നെ അലൗഡ് എനർജീസും കാണുക എന്നുള്ളതാണ് നമ്മുടെ എയിം. ഓക്കെ, ദാറ്റ് ഈസ് ദ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഇവിടെ എന്തായിരിക്കും, സിമെട്രിക് ആയിരിക്കും അല്ലേ. അതാണല്ലോ സെൻട്രൽ പൊട്ടൻഷ്യൽ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, സ്പെറിക്കലി സിമെട്രിക് ആയിരിക്കും. സോ നമുക്ക് നോക്കാം എന്താണ് ഹൈഡ്രജൻ ആറ്റം കൺസിസ്റ്റ് ഓഫ് ഒരു പ്രോട്ടോൺ ആണല്ലേ, പോസിറ്റീവ് ചാർജുള്ളൊരു പ്രോട്ടോൺ എവിടെയാണ് ന്യൂക്ലിയസിൽ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്, ആൻഡ് ഇലക്ട്രോൺ ഈസ് ഓർബിറ്റിംഗ് അറൗണ്ട് ഇറ്റ്. അതേപോലെ തന്നെ അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് r ആണ്. സോ വി വാണ്ട് ടു സോൾവ് psi and the allowed energies E. So picturizing the hydrogen atom, what happens, and ഒരു ഇലക്ട്രോൺ അല്ല പ്രോട്ടോൺ അല്ലേ, പ്രോട്ടോൺ സിറ്റുവേറ്റഡ് ഇൻ ദി ന്യൂക്ലിയസ്. അപ്പം നമ്മളത് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് XYZ നമ്മളത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ എന്ത് ചെയ്യാണ്, കോർഡിനേറ്റ് എന്ന് പറയുന്നത് XN, YN ആൻഡ് ZN ആണ്. അതുപോലെ തന്നെ ഇലക്ട്രോൺ എന്ത് ചെയ്യാണ്, ഇറ്റ് ഈസ് ഓർബിറ്റിംഗ് അറൗണ്ട് ദിസ് ന്യൂക്ലിയസ് അല്ലേ. സോ അതിൻ്റെ പൊസിഷൻ നമ്മൾ -E ആണ് നമ്മുടെ ഇലക്ട്രോൺ. അതിൻ്റെ പൊസിഷൻ ഏത് കോർഡിനേറ്റ് ആണ്, XE, YE ആൻഡ് ZE. ഓക്കെ, സോ ഡിസ്റ്റൻസ് ഫ്രം ദി സെൻറ്റർ ഓഫ് ദി കോർഡിനേറ്റിൻ്റെ ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ്, ഇലക്ട്രോണിലേക്കുള്ള ഡിസ്റ്റൻസ് RE, വെക്റ്റർ RE ആയിട്ടും, അതേപോലെ തന്നെ ന്യൂക്ലിയസിൽ, അതായത് ന്യൂക്ലിയസിലാണ് പ്രോട്ടോൺ ഉള്ളത്. സോ ആ ഒരു ഡിസ്റ്റൻസ് RN, വെക്റ്റർ RN ആയിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നു. നമുക്ക് എന്ത് ചെയ്യണം, ഈ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഹാമിൽട്ടോണിയൻ അല്ലേ, എന്താണ് ഹാമിൽട്ടോണിയൻ. അപ്പം 3 പാർട്ടുകൾ ഉണ്ടാവും. ഏതൊക്കെ പാർട്ടാണ്, ഒന്ന് ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി, അതുപോലെ തന്നെ ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി, ദെൻ പ്രോട്ടോണിൻ്റെ കൈനറ്റിക് എനർജി, ദെൻ ഇത് രണ്ടും കൂടി തമ്മിലൊരു ഇൻട്രാക്ഷൻ എനർജി ഉണ്ടാവും. സോ 3 ടേംസ് ആണ് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഹാമിൽട്ടോണിയൻ ഉണ്ടാവുക. ഓക്കെ, ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഹാമിൽട്ടോണിയൻ H is equal to -h cross square divided by 2m into dou square divided by dou x square minus h cross square divided by 2m into dou square divided by dou x square മൈനസ് എന്താണ്, ഒരു ഇൻട്രാക്ഷൻ എനർജി കൂടെ ഉണ്ടാവും അല്ലേ. സോ ദാറ്റ് ഈസ് -e square divided by 4πε0 into എന്താണ്, രണ്ടിൻ്റെയും തമ്മിൽ ഇലക്ട്രോണും ന്യൂക്ലിയസും തമ്മിലുള്ള പൊസിഷൻ വെക്ടർ അല്ലെ, ആ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ അവിടെ എന്തെടുത്തു, മോഡ് എടുത്തു അല്ലെ, മോഡ്ലെസ് എടുത്തു, മോഡ് RE - RN. ഓക്കെ, എന്ത് ചെയ്യുക, മാസുകൾ ഡിഫറെൻ്റ് ആണ് രണ്ടിൻ്റെയും കൂടി, ശ്രദ്ധിക്കുക. നെഗറ്റീവ് സൈൻ വന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതിപ്പോൾ 1 ഡയമെൻഷൻ കേസാണ് ഉപയോഗിച്ചത് അല്ലേ, നമ്മൾ 3 ഡയമെൻഷനിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ ഈ ഡോ ബൈ ഡോ എക്സുകൾ എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യും, ഡെല്ല് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യും. ഓക്കെ, സോ H എന്തായിട്ട് മാറും, ദാറ്റ് ഈസ് ഹാമിൽട്ടോൺ എന്ന് പറഞ്ഞാൽ -h cross square divided by 2m into del square n, that is for nucleus. അപ്പോൾ ഫസ്റ്റ് ടേം പ്രോട്ടോണിൻ്റെ ആണ്. ഓക്കെ, -h cross square divided by 2m into del E square, ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി. തേർഡ് ടേം എന്ന് പറഞ്ഞാൽ ഇൻട്രാക്ഷൻ എനർജി. സോ നമ്മുടെ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എന്താണ്, ഓക്കെ, നമ്മുടെ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ H psi is equal to E psi ആണ്. ഇവിടെ കോർഡിനേറ്റ്സ് RN ഉം RE ഉം ആണ്. സോ H psi of RN, RE is equal to E psi of RN, RE ആണല്ലേ. ഇവിടെ എന്താണ്, ഈ RN REയിൽ 6 കോർഡിനേറ്റ്സ് ഉണ്ടാവും. കാരണം എന്താണ്, ഒന്ന് 3 ന്യൂക്ലിയസിൻ്റെ പൊസിഷനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്, അതേപോലെ തന്നെ 3 ഇലക്ട്രോണിൻ്റെ പൊസിഷനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ RE - RN എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിന്, ഇറ്റ് ഈസ് ദ റിലേറ്റീവ് മോഷൻ. ഓക്കെ, ആൻഡ് നമുക്കതിനെ വെക്റ്റർ R ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ആൻഡ് ദാറ്റ് വെക്റ്റർ ആറിനെ വെക്റ്റർ R of XYZ ആണ് അല്ലേ. ഓക്കെ, ഇനി എന്താണെന്ന് വെച്ചാൽ നമ്മളിതിനെ ആറിൻ്റെയും ക്യാപിറ്റൽ R, അതായത് ട്രാൻസ്ലേഷണൽ മോഷൻ്റെയും റിലേറ്റീവ് മോഷൻ്റെയും ടേംസിൽ ഹാമിൽട്ടോണിയൻ നമുക്ക് എഴുതണം. ഓക്കെ, നമ്മുടെ റിലേറ്റീവ് മോഷൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ട്രാൻസ്ലേഷൻ മോഷൻ എന്താണ്, റിലേറ്റീവ് മോഷൻ കാരണം കൊണ്ട് തന്നെയാണ് ട്രാൻസ്ലേഷൻ മോഷൻ ഉണ്ടാവുന്നത്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ന്യൂക്ലിയസും ഇലക്ട്രോണും എന്ത് ചെയ്യുന്നുണ്ട്, ദർ ഇസ് റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ദം. അപ്പോൾ എന്താണ്, ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് ആണ് മൂവ് ചെയ്യുന്നുണ്ടാവുക അല്ലേ. കാരണം രണ്ട് പാർട്ടിക്കിൾസ് അല്ലല്ലോ, അപ്പോൾ സെൻറ്റർ ഓഫ് മാസ് ആണ് മൂവ് ചെയ്യുന്നുണ്ടാവുക. സോ ഈ ഒരു സെൻറ്റർ ഓഫ് മാസ് മൂവ് ചെയ്യുന്ന രണ്ടെണ്ണം തമ്മിലുള്ള റിലേറ്റീവ് മോഷൻ കാരണം എന്ത് സംഭവിക്കും, ഈ സെൻറ്റർ ഓഫ് മാസ് ആക്ച്വലി മൂവ് ചെയ്യുന്നു. എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്, സെൻറ്റർ ഓഫ് മാസ് മൂവ് ചെയ്യുന്നുണ്ട് എങ്ങനെ, ന്യൂക്ലിയസിന് വളരെ അടുത്ത് ഇലക്ട്രോൺ
ന്യൂക്ലിയസിന് വളരെ അടുത്ത് സെൻറ്റർ ഓഫ് മാസിന് ചേഞ്ച് ഉണ്ടാവാത്ത തരത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, പതുക്കെ മൂവ് ചെയ്യുന്നുണ്ട്. സോ അതിനെയാണ് നമ്മൾ ട്രാൻസ്ലേഷൻ മോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ട്രാൻസ്ലേഷൻ മോഷന് ക്യാപിറ്റൽ, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ക്യാപിറ്റൽ ആറിനെയും റിലേറ്റീവ് മോഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊസിഷൻ നമ്മൾ സ്മോൾ ആർ ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ഇക്വേഷനെ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ നമുക്ക് ആറിൻ്റെയും സ്മോൾ ആറിൻ്റെയും ടേംസിൽ എഴുതണം. അപ്പോൾ നമുക്ക് എന്ത് വേണം, സെൻറ്റർ ഓഫ് മാസ് അല്ലേ നമ്മുടെ അടുത്ത്, സെൻറ്റർ ഓഫ് മാസ് ആണ് ഇവിടെ മൂവ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് വേണം, സെൻറ്റർ ഓഫ് മാസ് കോർഡിനേറ്റ് സിസ്റ്റത്തിലേക്ക് മാറ്റണം അല്ലേ. സോ നമുക്ക് സ്മോൾ ആർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ക്യാപിറ്റൽ ആർ സെൻറ്റർ ഓഫ് മാസ് കോർഡിനേറ്റിലാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ അതാണ് നമ്മുടെ ക്യാപിറ്റൽ ആർ. ഓക്കെ, ക്യാപിറ്റൽ ആർ ഇസ് ഈക്വൽ ടു എന്താണ്, എം ഇൻറ്റു ആർ എൻ ക്യാപ്പ് പ്ലസ് സ്മോൾ എം ഇൻറ്റു ആർ ഇ ക്യാപ്പ് ഡിവൈഡഡ് ബൈ എന്താണ്, എം പ്ലസ് എം. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഇക്വേഷൻ പ്രൊസീഡ് ഇക്വേഷൻ 1 എന്താണ്, നമ്മുടെ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ആണ്. എച്ച് സൈ ഈസ് ഈക്വൽ ടു ഇ സൈ. സൈ ഏതിൻ്റെയൊക്കെ ഫംഗ്ഷനാണ്, ആറിൻ്റെയും ആർ ഇയുടെയും ഫംഗ്ഷനാണ്. ഓക്കെ, സോ നമ്മൾ ആ ഇക്വേഷൻ 1ലേക്ക് നമുക്ക് കിട്ടിയിട്ടുള്ള നമുക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഐ മീൻ ഹാമിൽട്ടോണിയൻ എച്ചിലേക്ക് നമുക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സോ ഹാമിൽട്ടോണിയൻ ഈസ് ഈക്വൽ ടു എന്താണ്, മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ. നമ്മൾ പറഞ്ഞല്ലോ 3 ടേം ആണുള്ളതെന്ന് നമ്മൾ പറഞ്ഞു. ഏതൊക്കെയായിരുന്നു, ഒന്ന് രണ്ടെണ്ണത്തിൻ്റെ കൈനറ്റിക് എനർജി, പ്രോട്ടോണിൻ്റെയും ഇലക്ട്രോണിൻ്റെയും കൈനറ്റിക് എനർജി പാർട്ട്, രണ്ടിൻ്റെയും റിലേറ്റീവ് മോഷൻ്റെ പാർട്ടും അല്ലേ. സോ അതെന്താണ്, മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ഡിവൈഡ് ബൈ 2m ഇൻറ്റു 3 ഡയമെൻഷൻ ആയതുകൊണ്ട് നമ്മളതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയിരിക്കുകയാണ്. ഫസ്റ്റ് ടേം കൺസിഡർ ചെയ്ത ന്യൂക്ലിയസിൻ്റെ ആണ്. സോ ഡോ സ്ക്വയർ ഡിവൈഡ് ബൈ ഡോ എക്സ് എൻ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ഡിവൈഡ് ബൈ ഡോ വൈ എൻ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ഡിവൈഡ് ബൈ ഡോ എസ് എൻ സ്ക്വയർ. ദെൻ അടുത്തത് എന്താണ്, ഇലക്ട്രോണിൻ്റെ പാർട്ട് എഴുതി അല്ലേ. ആൻഡ് ദെൻ മൈനസ് ഇ സ്ക്വയർ ഡിവൈഡ് ബൈ 4 പൈ എപ്സിലോൺ 0 ഇൻറ്റു ആർ ഇ മൈനസ് ആർ എൻ. അപ്പോൾ ഇതെന്താണ്, റിലേറ്റീവ് മോഷൻ്റെ പാർട്ടാണ്. ഓക്കെ, നൗ എച്ച് ഇസ് ഈക്വൽ ടു മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ഡിവൈഡ് ബൈ 2m ഇൻറ്റു എന്ത് മാത്രം എഴുതി, നമ്മൾ 1 ഡയമെൻഷനലി എഴുതി ഇക്വേഷൻ നമ്പർ 3 ആയിട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ, അതായത് ഇതിനൊക്കെ നമ്മൾ ഇനി എന്ത് ചെയ്യാണ്, 1 ഡയമെൻഷനിൽ റീപ്ലേസ് ചെയ്തു. ഓക്കെ, ദാറ്റ് ഈസ് എക്സ് ഇസ് ഈക്വൽ ടു എം ഇൻറ്റു എക്സ് എൻ. ഇവിടെ ആർ എൻ അല്ലേ ഉണ്ടായിരുന്നത്, ഈ ഒരു ഇക്വേഷൻ നോക്കിക്കേ, ഇവിടെ ആർ എൻ അല്ലേ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇനി നമ്മൾ അതിനൊക്കെ ഒന്ന് 1 ഡയമെൻഷനിലേക്ക് റീപ്ലേസ് ചെയ്യുക. അപ്പോൾ ആറിന് പകരം ആര് വരും, ക്യാപിറ്റൽ എക്സ് വരും. റിലേറ്റീവ് മോഷൻ, ട്രാൻസ്ലേഷൻ മോഷൻ. ഓക്കെ, എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ക്യാപിറ്റൽ എക്സ്. സോ എം ഇൻറ്റു എക്സ് എൻ പ്ലസ് എം ഇൻറ്റു എക്സ് ഇ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എം പ്ലസ് സ്മോൾ എം ആണ്. ദെൻ സ്മോൾ എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിലേറ്റീവ് മോഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊസിഷൻ വെക്ടർ അല്ലേ, ദാറ്റ് ഈസ് എക്സ് ഇ മൈനസ് എക്സ് എൻ. ഓക്കെ, സോ ഇത് എന്താണ്, ഗ്രിഫിത്ത് അല്ല, NPTEL ലെക്ചറാണ്. നിങ്ങൾ ഏത് ടെക്സ്റ്റാണോ നിങ്ങൾ പഠിക്കുന്നത് അത് വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓർഗനൈസ് ചെയ്യാം ഈ എസ്സേ അല്ലെങ്കിൽ ഈ പ്രോബ്ലം എങ്ങനെ എഴുതണം എന്നുള്ളത്. ഓക്കെ, ഏത് വേണമെങ്കിലും പഠിക്കാം കേട്ടോ, ഏത് ടെക്സ്റ്റ് വേണമെങ്കിലും പഠിക്കാം. സോ ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ഡോ ബൈ ഡോ എക്സ് എൻ, ദാറ്റ് ഈസ് എങ്ങനെയാണ് ഡെറിവേറ്റീവ്, പാർഷ്യൽ ഡെറിവേറ്റീവ് എങ്ങനെ ഡിഫൈൻ ചെയ്യാം, ഡോ ബൈ ഡോ എക്സ് എൻ അറ്റ് എക്സ് ഇ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ്, ദാറ്റ് ഈസ് ക്യാപിറ്റൽ എക്സ് ആണ് കേട്ടോ. സോ പ്ലസ് എന്താ, ഡോ ബൈ ഡോ എക്സ് എൻ അറ്റ് എക്സ് ഇ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ ഓരോ ടേമിനെയും കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ വി ആർ ഫൈൻഡിങ് ഔട്ട് ഡോ ബൈ ഡോ എക്സ് എൻ. എന്താ നമ്മുടെ ഇക്വേഷൻ നോക്കുക, ദാറ്റ് ഈസ് നമുക്ക് കിട്ടും എം ബൈ എം. നിങ്ങൾ ഇക്വേഷൻ നോക്കിയിട്ട് ഡോ ബൈ ഡോ എക്സും കാണാട്ടോ, നമ്മൾ എല്ലാവരുടെയും ഇക്വേഷൻ എഴുതിയിട്ടുണ്ടല്ലോ, ആർ എന്താണ്, സ്മോൾ എക്സ് എന്താണ്. അപ്പോൾ ഡോ ബൈ ഡോ എക്സും കാണാമല്ലോ, മുന്നേ പറഞ്ഞ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. ഓക്കെ, സോ എം ബൈ എം പ്ലസ് എം ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഇൻറ്റു ആ ഡെറിവേറ്റീവ് മൈനസ് വൺ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ്. എ ആണ് ഇക്വേഷൻ. ദെൻ ഡോ ബൈ ഡോ എക്സ് ഇ കാണുക അല്ലേ, ടു ഫിക്സഡ് എക്സ് എൻ ആണുള്ളത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു സ്മോൾ എം ഡിവൈഡ് ബൈ ക്യാപിറ്റൽ എം പ്ലസ് സ്മോൾ എം ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് പ്ലസ് 1 ഇൻറ്റു ഡോ ബൈ ഡോ എക്സ്. ഫുള്ള് മാത്തമാറ്റിക്കൽ സ്റ്റെപ്പുകളാണ്. ഓക്കെ, സോ ഇനി നമ്മൾ ഇക്വേഷൻ 3ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അതായത് എച്ച് ഹാമിൽട്ടോണിയൻ ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് ഓരോന്നും. സോ മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ഡിവൈഡ് ബൈ 2m ഇൻറ്റു എന്താ, ഡോ ബൈ ഡോ എക്സ് എൻ. അതേപോലെ തന്നെ ഡോ ബൈ ഡോ എക്സിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം ഹാമിൽട്ടോണിയൻ്റെ ഇക്വേഷനിൽ അല്ലേ. ഫസ്റ്റ് പാർട്ട് ന്യൂക്ലിയസിൻ്റെ ആയിരുന്നു, രണ്ടാമത്തെ പാർട്ട് ഇലക്ട്രോണിൻ്റെ ആയിരുന്നു, മൂന്നാമത്തെ പാർട്ട് ഇൻട്രാക്ഷൻ ആയിരുന്നു അല്ലെങ്കിൽ റിലേറ്റീവ് ആയിരുന്നു. അതിനെല്ലാവരും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, കാരണം ഇവിടെ എന്താണ്, ഈ റിലേറ്റീവ് പാർട്ടിൽ മോഡ് ആർ ഇ മൈനസ് ആർ എൻ ആയിരുന്നു. അതിന് നമ്മൾ ആർ എന്ന് പറഞ്ഞിട്ടല്ലേ റെപ്രസെൻറ്റ് ചെയ്തത്, വെക്റ്റർ ആർ എന്ന് പറഞ്ഞിട്ടാണ് റെപ്രസെൻറ്റ്. അപ്പോൾ അതെല്ലാം ശ്രദ്ധിക്കണം. ആൻഡ് നമ്മൾ എന്ത് ചെയ്തു, എച്ച് ഇസ് ഈക്വൽ ടു മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2m ഇൻറ്റു. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുകയാണ്, അതായത് മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ഡിവൈഡ് ബൈ 2mനെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരിക. അതേപോലെ തന്നെ ഈ ഒരു ടേമിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് എഴുതുക.
അപ്പോൾ എക്സ്പാൻഷൻ എല്ലാം നിങ്ങൾ തന്നെ എഴുതി നോക്കിക്കോളൂ. അതിൽ എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യും, ഓരോ ടേമുകളും എന്താണ് എമ്മുകളെല്ലാം ക്യാൻസൽ ചെയ്ത് പോകുന്നു. അങ്ങനെ എല്ലാ ടേമുകളും ക്യാൻസൽ ചെയ്യാനുള്ളതെല്ലാം ക്യാൻസൽ ചെയ്യാം. ഓക്കെ, ആൻഡ് ഇവിടെ എന്താണ് h is equal to ബാക്കിയുള്ളതിനെ നമ്മൾ റീഅറേഞ്ച് ചെയ്ത് എഴുതുകയാണ്. ഓക്കെ, മൈനസ് h ക്രോസ് സ്ക്വയർ ഡിവൈഡ് ബൈ 2 ഇൻറ്റു ക്യാപിറ്റൽ M ബൈ സ്മോൾ m പ്ലസ് ക്യാപിറ്റൽ M ദി ഹോൾ സ്ക്വയർ പ്ലസ് m ബൈ m പ്ലസ് m ഹോൾ സ്ക്വയർ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് സ്ക്വയർ മൈനസ് h ക്രോസ് സ്ക്വയർ ബൈ 2 ഡോ സ്ക്വയർ ഡിവൈഡ് ബൈ ഡോ എക്സ് സ്ക്വയർ ഇൻറ്റു 1 ബൈ m പ്ലസ് 1 ബൈ m മൈനസ് എന്ത് കൂടിയുണ്ട്, മൈനസ് e സ്ക്വയർ ഡിവൈഡ് ബൈ 4 പൈ എപ്സിലോൺ 0 ഇൻറ്റു വെക്റ്റർ r കൂടിയുണ്ട്. ഓക്കെ, സോ എഗെയിൻ ഇതിന് മൈനസ് h ക്രോസ് സ്ക്വയർ ഡിവൈഡ് ബൈ 2 ഇൻറ്റു ഡോ സ്ക്വയർ ഡിവൈഡ് ബൈ ഡോ എക്സ് സ്ക്വയർ ഇൻറ്റു ഈ ഒരു ടേം ദാറ്റ് ഈസ് ഇതിനെ എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. മൈനസ് h ക്രോസ് സ്ക്വയർ ഡിവൈഡ് ബൈ 2 ഇൻറ്റു ഡോ സ്ക്വയർ ഡിവൈഡ് ബൈ ഡോ എക്സ് സ്ക്വയർ ഇൻറ്റു ഇവിടെ 1 ബൈ m പ്ലസ് 1 ബൈ ക്യാപിറ്റൽ m ആണ്, ശ്രദ്ധിക്കണം. ദാറ്റ് ഈസ് ഈക്വൽ ടു എഗെയിൻ നമ്മൾ എന്ത് ചെയ്തു, എല്ലാറ്റിനെയും 1 ബൈ m പ്ലസ് m ആണല്ലോ ഈ ഒരു ടേം, വെട്ടി ചെറുതാക്കിയിട്ടുള്ള ടേമാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ തന്നെ നോക്കുക. ഇനി നമ്മൾ എന്താ 1 ബൈ ദിസ് ടേം എന്താ റെഡ്യൂസ്ഡ് മാസ് അല്ലേ, m പ്ലസ് m ഡിവൈഡ് ബൈ m ഇൻറ്റു m എന്ന് പറഞ്ഞാൽ റെഡ്യൂസ്ഡ് മാസ് മ്യൂ ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ പുട്ട് 1 ബൈ മ്യൂ ഇസ് ഈക്വൽ ടു 1 ബൈ ക്യാപിറ്റൽ M പ്ലസ് 1 ബൈ സ്മോൾ m. അപ്പോൾ ക്യാപിറ്റൽ M എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോട്ടോണിൻ്റെ മാസ്, അതേപോലെ തന്നെ സ്മോൾ എം ന്യൂട്രോണിൻ്റെ അല്ലേ, നമ്മൾ ഡെൽ എൻ അല്ലേ എടുത്തത്, ന്യൂട്രോൺ അല്ല കേട്ടോ, ന്യൂക്ലിയസ്, സോറി. സോ ന്യൂക്ലിയസ് പ്ലസ് 1 ബൈ m, ദാറ്റ് ഈസ് ഫോർ ഇലക്ട്രോൺ. നൗ h is equal to, so h is equal to minus h cross square divided by 2 into dou square divided by dou x square into 1 by m plus m minus h cross square by 2 into dou square divided by dou x square into 1 by mu into കാരണം reduced mass നമ്മൾ substitute ചെയ്തു, minus e square divided by 4 pi epsilon 0 r. okay, vector r ഉണ്ട്. So we got h is equal to minus h cross square divided by 2 into m plus m എന്ന് പറയുന്നത് അത് കോൺസ്റ്റന്റ് ആണല്ലോ, ഇൻറ്റു ഡോ സ്ക്വയർ ഡിവൈഡ് ബൈ ഡോ എക്സ് സ്ക്വയർ മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ഡിവൈഡ് ബൈ 2 മ്യൂ ഇൻറ്റു ഡോ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡോ എക്സ് സ്ക്വയർ മൈനസ് ഇ സ്ക്വയർ ഡിവൈഡ് ബൈ 4 പൈ എപ്സിലോൺ 0 ആർ. ഇക്വേഷൻ 4, ദാറ്റ് ഈസ് ദി ഹാമിൽട്ടോണിയൻ ഫോർ ദി ഹൈഡ്രജൻ ആറ്റം. ഓക്കെ, അതിൽ മ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെഡ്യൂസ്ഡ് മാസ് അതല്ലെങ്കിൽ എഫക്റ്റീവ് മാസ് ആണ്, 1 ബൈ ക്യാപിറ്റൽ എം പ്ലസ് 1 ബൈ സ്മോൾ എം. ഓക്കെ, ഇനി നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ എക്സുകളെല്ലാം നമ്മൾ 1 ഡയമെൻഷൻ കേസാണല്ലോ ഉപയോഗിച്ചത്. സോ ക്യാപിറ്റൽ എക്സിനെ ക്യാപിറ്റൽ ആർ ആയിട്ട് റീപ്ലേസ് ചെയ്യുക, സ്മോൾ എക്സിനെ സ്മോൾ ആർ ആയിട്ട് റീപ്ലേസ് ചെയ്യുക. സോ നമുക്ക് എന്ത് കിട്ടി, എച്ച് ഇസ് ഈക്വൽ ടു, നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് 1 ഡയമെൻഷനിൽ ചെയ്തത് അല്ലേ, നമ്മൾ തുടക്കത്തിൽ ചെയ്ത് ഓർമ്മ ഉണ്ടല്ലോ, 3 ഡയമെൻഷനിലാണ് ചെയ്തത്. സോ എച്ച് ഇസ് ഈക്വൽ ടു മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2m പ്ലസ് m ഇൻറ്റു ഡെൽ സ്ക്വയർ ആർ മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 മ്യൂ ഇൻറ്റു ഡെൽ സ്ക്വയർ ആർ മൈനസ് ഇ സ്ക്വയർ ഡിവൈഡ് ബൈ 4 പൈ എപ്സിലോൺ 0 വെക്റ്റർ ആർ അല്ലേ, സ്മോൾ ലെറ്റർ ആണ്. സോ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ഫസ്റ്റ് ടേം ആണ് സെൻറ്റർ ഓഫ് മാസ് മോഷൻ അതല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ മോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതുപോലെ ഈ അവസാനത്തെ 2 പാർട്ടുകളാണ് റിലേറ്റീവ് മോഷനെ കാണിക്കുന്നത്. കാരണം എന്താണ്, അതിൻ്റെ പൊസിഷൻ വെക്ടർ നോക്കിക്കേ, സ്മോൾ ആർ ആണ് അല്ലേ റിലേറ്റീവ് മോഷനും, അതേപോലെ തന്നെ ഇതെന്താണ് സെൻറ്റർ ഓഫ് മാസ് മോഷനും ആണ് കാണിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് സൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടെണ്ണത്തിൻ്റെ കോമ്പിനേഷൻ ആയിരിക്കും എന്താണ് വേവ് ഫംഗ്ഷൻ ഫോർ ഹൈഡ്രജൻ ആറ്റം. ഒന്ന് സെൻറ്റർ ഓഫ് മാസ് മോഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേവ് ഫംഗ്ഷൻ ഇൻറ്റു റിലേറ്റീവ് മോഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേവ് ഫംഗ്ഷൻ, അതായത് സൈ സി എം ഇൻറ്റു സൈ റിലേറ്റീവ് മോഷൻ എന്ന് എഴുതാൻ പറ്റും. സോ സൈ ഈസ് ഈക്വൽ ടു എന്താണ്, സൈ സി എം ഓഫ് ആർ. ഓക്കെ, സോ സൈ ഈസ് ഈക്വൽ ടു എന്താണ്, സൈ സി എം ഓഫ് ആർ എന്ന് പറഞ്ഞാൽ റെപ്രസെന്റ് ചെയ്തത് സെൻറ്റർ ഓഫ് മാസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേവ് ഫംഗ്ഷൻ ഇൻറ്റു സൈ റിലേറ്റീവ്. ഓക്കെ, സോ നമ്മുടെ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ വിൽ ബിക്കം എച്ച് സൈ ഈസ് ഈക്വൽ ടു ഇ സൈ ആണല്ലോ. സോ നമ്മൾ എച്ച് ഓൾറെഡി കണ്ടുപിടിച്ച് കഴിഞ്ഞു, മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ക്യാപിറ്റൽ എം പ്ലസ് സ്മോൾ എം ഇൻറ്റു ഡെൽ സ്ക്വയർ ക്യാപിറ്റൽ ആർ സൈ സി എം ഇൻറ്റു ആർ. കാരണം എന്താണ്, സൈ എന്ന് പറഞ്ഞാൽ രണ്ടിൻ്റെ കോമ്പിനേഷൻ ആണ്, എന്ത് സെൻറ്റർ ഓഫ് മാസിൻ്റെയും റിലേറ്റീവ് മോഷൻ്റെയും കോമ്പിനേഷൻ ആണ്. സോ സൈ സി എം ഓഫ് ആർ ഇൻറ്റു സൈ റിലേറ്റീവ് ഓഫ് സ്മോൾ ആർ മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 മ്യൂ ഇൻറ്റു ഡെൽ സ്ക്വയർ സ്മോൾ ആർ psi cm of capital R psi relative of small r. Okay, and അതേപോലെ തന്നെ ഇൻറ്റു ഏത് ടേം കൂടി ഉണ്ടായിരിക്കും, റിലേറ്റീവ് മോഷൻ്റെ ടേം കൂടി ഉണ്ടല്ലോ. സോ മൈനസ് ഇ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 പൈ എപ്സിലോൺ 0 ഇൻറ്റു മോഡ് ആർ ഇൻറ്റു സൈ റിലേറ്റീവ്
of r is equal to E psi, that is E into psi cm of r into psi റിലേറ്റീവ് മോഷൻ്റെ സൈയും. ഇക്വേഷൻ നമ്പർ 5 ആയിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇന്ന് എന്ത് മനസ്സിലാക്കാം? എച്ച് ടോട്ടൽ ഇൻറ്റു സൈ ടോട്ടൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇ ടോട്ടൽ ഇൻറ്റു സൈ ടോട്ടൽ. കാരണം രണ്ട് ടേമുകൾ ഉണ്ടല്ലോ, റിലേറ്റീവ് സെൻറ്റർ ഓഫ് മാസും ഉണ്ട്, സെൻറ്റർ ഓഫ് മാസ് ടേമും ഉണ്ട്, റിലേറ്റീവ് മോഷൻ്റെ ടേമും ഉണ്ട്. സോ സൈ ടോട്ടൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈ സി എം ഇൻറ്റു സൈ റിലേറ്റീവ് ആണ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അതേപോലെ തന്നെ അപ്പോൾ ഈ ടോട്ടൽ എനർജി എങ്ങനെ കാണാം? പ്ലസ് ചെയ്യുക, ടോട്ടൽ വേവ് ഫംഗ്ഷൻ ഇൻറ്റു ചെയ്യാം. സോ ഈ ടോട്ടൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇ സി എം, അതായത് സെൻറ്റർ ഓഫ് മാസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി, മോഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി, അതുപോലെ തന്നെ റിലേറ്റീവ് മോഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി ഈ റിലേറ്റീവ്. ഓക്കെ, so we can write minus h cross square divided by 2 into m plus m into del square r into psi cm of r is equal to ECM into psi cm of r. അതെന്താണ്? നമ്മുടെ സെൻറ്റർ ഓഫ് മാസ് മോഷൻ പാർട്ടാണ്. അതുപോലെ തന്നെ റിലേറ്റീവ് മോഷൻ്റെ പാർട്ടിന് നമുക്ക് എങ്ങനെ എഴുതാം? മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ഡിവൈഡ് ബൈ 2m ഇൻറ്റു 2mu ആണ്, റെഡ്യൂസ്ഡ് മാസ് ആണ് നമ്മൾ എടുത്തത്, ഇൻറ്റു ഡെൽ സ്ക്വയർ സ്മോൾ ആർ ഇൻറ്റു സൈ റിലേറ്റീവ് ഓഫ് ആർ മൈനസ് എന്താണ് നമ്മുടെ ലാസ്റ്റ് പാർട്ടും കൂടി വരും അല്ലേ, മൈനസ് ഇ സ്ക്വയർ ഡിവൈഡ് ബൈ 4π/0 ആർ ഇൻറ്റു സൈ റിലേറ്റീവ് ഓഫ് ആർ ഇസ് ഈക്വൽ ടു ഇ ഇൻറ്റു ഈ റിലേറ്റീവ് ഇൻറ്റു സൈ ഓഫ് ആർ റിലേറ്റീവ്. ഓക്കെ, പക്ഷേ നമുക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടി, സെൻറ്റർ ഓഫ് മാസിൻ്റെയും കിട്ടി, അതേപോലെ തന്നെ റിലേറ്റീവ് മോഷനും കിട്ടി. പക്ഷേ നമ്മളിവിടെ ഈ സെൻട്രൽ ഫോഴ്സ് പ്രോബ്ലത്തിൽ നമ്മൾ വി ആർ ഇൻട്രസ്റ്റഡ് ഇൻ റിലേറ്റീവ് മോഷൻ ഓൺലി. അപ്പോൾ നമുക്ക് ഏത് മാത്രമേ കൺസിഡർ ചെയ്താൽ മതി? നമ്മുടെ ഇക്വേഷൻ റിലേറ്റീവ് മോഷൻ 5b മാത്രം നമുക്ക് കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തു എന്താണ്? റിലേറ്റീവ് മോഷൻ മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് വേണ്ട? റിലേറ്റീവ് ആർ ഇ എൽ എന്ന് പറയുന്ന സബ്സ്ക്രിപ്റ്റിൻ്റെ ആവശ്യമില്ല. സോ നമ്മളത് ഡ്രോപ്പ് ചെയ്യാണ്. ഓക്കെ, ഡെൽ ആർ സൈ ആർ ഇ എൽ അതേപോലെ തന്നെ ഇ ആർ ഇ എൽ എന്ന് പറയുന്ന എല്ലാം നമ്മൾ ഡ്രോപ്പ് ചെയ്യാണ്. സോ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഐ എം കൺസിഡറിങ് ഓൺലി റിലേറ്റീവ് മോഷൻ ഫ്രം ഹിയർ. ഓക്കെ, സോ അവർ ഇക്വേഷൻ ഷോർഡിഞ്ചർ ഇക്വേഷൻ എന്തായിട്ട് മാറി? മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2mu ഇൻറ്റു സബ്സ്ക്രിപ്റ്റുകളും എല്ലാം നമ്മൾ കളഞ്ഞുല്ലോ. സോ ഡെൽ സ്ക്വയർ സൈ ഓഫ് ആർ മൈനസ് ഇ സ്ക്വയർ 4π/0 മോഡ് ആർ ഇൻറ്റു സൈ ഓഫ് ആർ ഇസ് ഈക്വൽ ടു ഇ ഇൻറ്റു സൈ ഓഫ് ആർ. സോ ഇക്വേഷൻ നമ്പർ 6 ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ സ്ഫെറിക്കലി സിമെട്രിക് പൊട്ടൻഷ്യൽ ആണ്, അതല്ലെങ്കിൽ സെൻട്രൽ ഫോഴ്സ് പ്രോബ്ലം ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പോളാർ കോർഡിനേറ്റ്സ് ആണല്ലോ യൂസ് ചെയ്യുന്നത്. അപ്പം എന്താണ് ഡെൽ സ്ക്വയർ ടി. ഓക്കെ, ലാപ്ലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/h1 h2 h3 ഇൻറ്റു ഇതാണ് നമ്മുടെ ജനറൽ ഫോം. അത് ഇപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പോളാർ ആയാലും സ്ഫെറിക്കൽ പോളാർ ആയാലും അതേപോലെ തന്നെ സിലിണ്ടറിക്കൽ ആയാലും കാർട്ടീഷ്യൻ ആയാലും നമുക്ക് എന്ത് ചെയ്യാം? ഈ കോൺസ്റ്റന്റുകളെ മാറ്റി മാറ്റി വെച്ച് നമുക്ക് ചെയ്യാലോ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, so del square t is equal to 1/h1 h2 h3 into dou by dou u into h2 h3 divided by h1 into dou t by dou u plus dou by dou v into h1 h3 divided by h2 into dou t by dou v plus dou by dou w into h1 h2 divided by h3 into dou t by dou w. ഇവിടെ എന്താണ്? എസ് പി സി അല്ലേ? സോ എന്ത് വരും? ഓരോ കോഫിഷ്യൻറ്റുകൾ ആർ തീറ്റ ഫൈക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഫസ്റ്റത്തെ കോഫിഷ്യൻ്റ് ആറിന് കറസ്പോണ്ടിങ് ആയിട്ട് 1, തീറ്റയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഫിഷ്യൻ്റ് 6, അതേപോലെ തന്നെ ഫൈക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഫിഷ്യൻ്റ് എന്താണ്? ആർ സൈൻ തീറ്റ അല്ലേ? അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ഡെൽ സ്ക്വയറിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയല്ലോ. ഓക്കെ, സോ ഡെൽ സ്ക്വയർ ടി ഈസ് ഈക്വൽ ടു നമുക്ക് ഇങ്ങനെ 1/r എല്ലാം ജസ്റ്റ് അറേഞ്ച് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു അല്ലേ? ഓരോ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സോ ഡെൽ സ്ക്വയർ ടി ലാപ്ലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടി? 1/r സ്ക്വയർ ഇൻറ്റു ഡോ ബൈ ഡോ ആർ ഇൻറ്റു ആർ സ്ക്വയർ ഇൻറ്റു ഡോ ടി ബൈ ഡോ ആർ പ്ലസ് 1/r സ്ക്വയർ സൈൻ തീറ്റ ഇൻറ്റു ഡോ ബൈ ഡോ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ ഇൻറ്റു ഡോ ടി ബൈ ഡോ തീറ്റ പ്ലസ് 1/r സ്ക്വയർ സൈൻ തീറ്റ ഇൻറ്റു ഡോ ബൈ ഡോ ഫൈ ഇൻറ്റു 1 സൈൻ തീറ്റ ഇൻറ്റു ഡോ ടി ബൈ ഡോ ഫൈ. ഓക്കെ, സോ ദിസ് ഈസ് ദി ലാപ്ലേഷ്യൻ. ഇപ്പോൾ ഇതൊന്നും നമുക്ക് എക്സാമിന് ചോദിക്കുന്ന സമയത്ത് ഇത്രയും വിശദമായിട്ട് എഴുതണമെന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഒറ്റ സ്ട്രക്ചറാണ് നമ്മൾ പറയുന്നത്, അതായത് ഒറ്റ ഡെറിവേഷൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു പോവുകയാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ടെക്സ്റ്റ് അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ എസ്സേ അതല്ലെങ്കിൽ ഈ പ്രോബ്ലത്തിന് നിങ്ങൾ തന്നെ ഓർഗനൈസ് ചെയ്യണം. ഞാനിത് NPTEL ലെക്ചറാണ് ഉപയോഗിക്കുന്നത് നിങ്ങളടുത്ത് പറഞ്ഞു. ഓക്കെ, സോ നമുക്ക് ഇപ്പോൾ കിട്ടിയ ഡെൽ സ്ക്വയർ ടീനെ നമ്മൾ ഏതിൽ? ഇക്വേഷൻ 6 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഓക്കെ, സൈ ഓഫ് ആർ നമ്മൾ 6 എന്താണ്? നമ്മുടെ വേവ് ഫംഗ്ഷൻ ഏതിൻ്റെയാണ്? ആറിൻ്റെ മാത്രം അല്ലേ? അതായത് XYZ മാത്രം ഫംഗ്ഷൻ ആയിരുന്നു. പക്ഷേ നമ്മളിപ്പോൾ ഇതിലേക്ക് മാറ്റി SPസിലേക്ക് മാറ്റിയപ്പം സൈ ഓഫ് ആർ എന്തായിട്ട് മാറി? ആറിൻ്റെയും തീറ്റൻ്റെയും ഫൈൻ്റെയും ഒരു വേവ് ഫംഗ്ഷൻ ആണ്. ഓക്കെ, സോ നമ്മുടെ ഇക്വേഷൻ വിൽ ബിക്കം 6നെ നമ്മൾ 7ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനല്ലേ പറഞ്ഞത്? അപ്പോൾ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതി നോക്കുന്ന വേണം കേട്ടോ. എന്തെങ്കിലും സംശയങ്ങളോ സ്റ്റെപ്പുകളോ ഇടയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എഴുതി നോക്കിയാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ഇത് ഞാൻ ചെയ്ത സ്റ്റെപ്പുകളാണ്. എന്ത് പെർഫെക്റ്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല.
എന്തെങ്കിലും ചിലപ്പോൾ നമുക്കൊരു വിട്ടു പോയിട്ടുണ്ടെങ്കിലോ അപ്പോൾ ഒന്ന് എഴുതി നോക്കുക നിങ്ങൾ. ഓക്കെ, സോ മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 mu ഇൻറ്റു ഡെൽ സ്ക്വയർ സൈ ഓഫ് ആർ തീറ്റ ഫൈവ് മൈനസ് ഇ സ്ക്വയർ ഡിവൈഡ് ബൈ 4 പൈ എപ്സിലോൺ 0 ഇൻറ്റു മോഡ് ആർ ഇൻറ്റു സൈ ഓഫ് ആർ തീറ്റ ഫൈവ് ഇ സൈ ഓഫ് ആർ തീറ്റ ഫൈവ്. ഓക്കെ, സോ വി ക്യാൻ റൈറ്റ് മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ഡിവൈഡ് ബൈ 2 mu ഇൻറ്റു എന്താണ് ഡെൽ സ്ക്വയർ ടി നമ്മൾ കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് ഡെൽ സ്ക്വയർ സൈ ഓഫ് ആർ തീറ്റ ഫൈവിന് എഴുതാമല്ലോ, ലാപ്ലേഷ്യൻ ഇൻ എസ് പി സി. ഓക്കെ, സോ 1 ബൈ ആർ സ്ക്വയർ ഇൻറ്റു ഡോ ബൈ ഡോ ആർ ഇൻറ്റു ആർ സ്ക്വയർ ഇൻറ്റു ഡോ ബൈ ഡോ ആർ ഓഫ് ടിയുടെ സ്ഥാനത്ത് ആരാണ് ഇവിടുത്തെ വേവ് ഫംഗ്ഷൻ ആണല്ലേ, സൈ ഓഫ് ആർ തീറ്റ ഫൈവ് ആണ്, പ്ലസ് 1 ബൈ ആർ സ്ക്വയർ ഇൻറ്റു സൈൻ തീറ്റ ഡോ ബൈ ഡോ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ ഇൻറ്റു ഡോ ബൈ ഡോ തീറ്റ ഇൻറ്റു സൈ ഓഫ് ആർ തീറ്റ ഫൈവ് പ്ലസ് 1 ബൈ ആർ സ്ക്വയർ സൈൻ തീറ്റ ഇൻറ്റു ഡോ ബൈ ഡോ ഫൈവ് ഇൻറ്റു 1 ബൈ സൈൻ തീറ്റ ഇൻറ്റു ഡോ ബൈ ഡോ ഫൈവ് സൈ ഓഫ് ആർ തീറ്റ ഫൈവ് ആണ്, ഇൻറ്റു ആരും കൂടി ഉണ്ട് നമ്മുടെ റിലേറ്റീവ് മോസ്റ്റ് ടേമിന്, അത് മറക്കരുത്. സോ മൈനസ് ഇ സ്ക്വയർ ഡിവൈഡ് ബൈ 4 പൈ എപ്സിലോൺ 0 ആർ ഇൻറ്റു ഇവിടെ ഉണ്ട് കേട്ടോ വേവ് ഫംഗ്ഷൻ ഉണ്ട് ഇവിടെ സൈ ഓഫ് ആർ തീറ്റ ഫൈവ്. അപ്പോൾ അതൊക്കെ ഒന്ന് മറക്കാണ്ട് തന്നെ ചെയ്ത് നോക്കുക. ഓക്കെ, ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു സൈ ഓഫ് ആർ തീറ്റ ഫൈവ്. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, സൈ ഓഫ് ആർ തീറ്റ ഫൈവ് എന്ന് പറയുന്ന വേവ് ഫംഗ്ഷൻ ഏതിൻ്റെയൊക്കെയാണ്, ആറിൻ്റെയും തീറ്റൻ്റെയും ഫൈൻ്റെയും ഫംഗ്ഷൻ ആണല്ലോ. അപ്പോൾ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം, ആർ ഓഫ് ആർ ഇൻറ്റു തീറ്റ ഓഫ് തീറ്റ ഇൻറ്റു ഫൈവ് ഓഫ് ഫൈവ്. നമ്മൾ സൈ ഓഫ് ആർ തീറ്റയ്ക്ക് തീറ്റ ഫൈവിന് പകരം ആർ ഓഫ് ആർ ഇൻറ്റു തീറ്റ ഓഫ് തീറ്റ ഇൻറ്റു ഫൈവ് ഓഫ് ഫൈവ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഓക്കെ, നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കണം, പുറത്തെടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇനി നോക്കിക്കേ, ഇവിടെ എന്താണ് 1 ബൈ ആർ സ്ക്വയർ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ഉണ്ട്, അത് കൂടാതെ ഡോ ബൈ ഡോ ആർ ഇൻറ്റു ആർ സ്ക്വയർ ഇൻറ്റു ഡോ ബൈ ഡോ ആർ ഓഫ് ഏത് ഫംഗ്ഷനാണ് വരിക, ഇവിടെ ഈ ഒരു ഫംഗ്ഷനല്ലേ വരിക. ഇതിൽ പാർഷ്യൽ ഡെറിവേറ്റീവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ വിത്ത് റെസ്പെക്ട് ടു സ്മോൾ ആർ ആ ചെയ്യുന്നത്. അപ്പോൾ ഏതിൻ്റെ ടേമിന് മാത്രമേ ഡെറിവേറ്റീവ് ഉള്ളൂ, ആറിൻ്റെ ടേമിന് മാത്രമേ ഡെറിവേറ്റീവ് ഉള്ളൂ. ഈ തീറ്റയും ഫൈയും എന്താണ്, കോൺസ്റ്റന്റുകളാണ് അല്ലേ. അപ്പോൾ ആ ഒരു നമുക്കറിയാലോ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ എന്തിരിക്കണം, തീറ്റനെയും ഫൈനെയും കോൺസ്റ്റന്റ് ആയിട്ട് എടുത്തു, ഡിവൈഡ് ബൈ ഈ കോൺസ്റ്റന്റ് ആർ സ്ക്വയർ ഇൻറ്റു ഡോ ബൈ ഡോ ആർ ഓഫ് ആർ സ്ക്വയർ ഓൾറെഡി ഉണ്ട് ഇൻറ്റു ഡോ ബൈ ഡോ ആർ ഓഫ് പിന്നെ ഏത് ഫംഗ്ഷൻ ഉള്ളത്, ആർ ഓഫ് ആർ അല്ലേ, ആ റേഡിയൽ പാർട്ടാണുള്ളത് ആർ ഓഫ് ആർ പ്ലസ് ഇതേപോലെ തന്നെ ഇവിടെ എന്താണ് തീറ്റയ്ക്കല്ലേ വിത്ത് റെസ്പെക്ട് ടു കാണുന്നത്. അപ്പം ഏതൊക്കെയാണ് കോൺസ്റ്റന്റ്, ആറും ഫൈവും കോൺസ്റ്റന്റ് കണ്ടോ. then divide by r square sin theta into dou by dou theta sin theta into dou by dou theta of capital theta of theta. ഇതേപോലെ തന്നെ ഫൈയുടെ ടേമും വരും. എന്താണ്, ആർ ഓഫ് ആർ ഇൻറ്റു തീറ്റ ഓഫ് തീറ്റ ഡിവൈഡ് ബൈ ആർ സ്ക്വയർ സൈൻ തീറ്റ ഇൻറ്റു ഡോ ബൈ ഡോ ഫൈവ് ഇൻറ്റു 1 ബൈ സൈൻ തീറ്റ ഇൻറ്റു ഡോ ഫൈവ് ഓഫ് ഫൈവ് ഡിവൈഡ് ബൈ ഡോ ഫൈവ്. ദെൻ മൈനസ് നമ്മുടെ ഏത് ടേമും കൂടി വരും, interaction term minus e square divided by 4 pi epsilon 0 mod r into r of r into theta of theta into phi of phi, which is equal to e into r of r into theta of theta into phi of phi. Okay, ഇനി നമ്മൾ എന്ത് ചെയ്യണം, രണ്ട് സൈഡും ആർ ഓഫ് ആർ ഇൻറ്റു തീറ്റ ഓഫ് തീറ്റ ഇൻറ്റു ഫൈവ് ഓഫ് ഫൈവ് വെച്ചിട്ട് ബോത്ത് സൈഡ്സ് എന്ത് ചെയ്യാണ്, ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ആർ എച്ച് എസിൽ ഈ മാത്രം എനർജി മാത്രമായിട്ട് വരും. ഓക്കെ, നമ്മൾ ഡിവൈഡ് ചെയ്യാണ്, രണ്ട് സൈഡും ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക, മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ഡിവൈഡ് ബൈ 2 mu ഇൻറ്റു 1 ബൈ ആർ ഇൻറ്റു ആർ സ്ക്വയർ, ദാറ്റ് ഈസ് ഈ കോൺസ്റ്റന്റുകൾ ക്യാൻസൽ ചെയ്ത് പോകുമല്ലോ. പിന്നെ ബാക്കി എന്താണാവുക, ഒരു ആർ ഓഫ് ആർ ആണ്. ഇതുപോലെ തന്നെ സെക്കൻഡ് ടേമിലും തേർഡ് ടേമിലും റിപ്പീറ്റ് ചെയ്യുന്നു. ഓക്കെ, so dou by dou r into r square into dou by dou r of r plus 1 by theta of theta r square sin theta dou by dou theta sin theta into this term plus then the third term il endu varum 1 by phi of phi into sorry second term il 1 by phi of phi into r square sin theta into dou by dou phi into 1 by sin theta into dou by dou phi into phi of phi minus e square divided by 4 pi epsilon 0 mod r is equal to e. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഒരു കോൺസ്റ്റന്റിനെ സെക്കൻഡ് ടേമിലുള്ള കോൺസ്റ്റന്റിനെ നോക്കാം. അതിൽ 1 ബൈ ഫൈവ് ഓഫ് ഫൈവ് ഇൻറ്റു ഡോ ബൈ ഡോ ഫൈവ് ഇൻറ്റു ഡോ ബൈ ഡോ ഫൈവ് ഇൻറ്റു ക്യാപിറ്റൽ ഫൈവ് ഓഫ് ഫൈവ്, അതിനെ ഞാൻ മൈനസ് എം സ്ക്വയർ എന്നാണ് കൊടുക്കുന്നത്. കണ്ടോ, മൈനസ് എം സ്ക്വയർ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ ഫ്രം ദിസ് എന്ത് എഴുതാം, 1 ബൈ ഫൈവ് ഓഫ് ഫൈവ് ഇൻറ്റു d square phi of phi divided by d phi square is equal to minus m square. So from that d square phi of phi divided by d phi square is equal to m square into phi of phi. ഇത് ഏതാണ് ഈ phi എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെറ്റ് ആക്സിസിനെ റൊട്ടേറ്റ് ചെയ്യുന്ന ആംഗിൾ ആണ്. ഓക്കെ, ഇനി നമ്മൾ ഇതിനെ ഇക്വേഷൻ 8 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മുടെ
ഷ്രോഡിഞ്ചർ ഇക്വേഷനിൽ അത് ഇക്വേഷൻ 8 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. സോ മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 മ്യൂ ഇൻറ്റു 1 ബൈ ആർ ഓഫ് ആർ സ്ക്വയർ ഇൻറ്റു ഡോ ബൈ ഡോ ആർ ഇൻറ്റു ആർ സ്ക്വയർ ഇൻറ്റു ഡോ ബൈ ഡോ ആർ ഇൻറ്റു ആർ ഓഫ് ആർ പ്ലസ് 1 by theta of theta into r square sin theta into dou by dou theta into sin theta into dou by dou theta into theta of theta minus m square, okay, divided by r square sin square theta is equal to minus e square divided by 4 pi epsilon 0 r is equal to e എന്ന് കിട്ടി. So from that നമുക്ക് എന്ത് എഴുതാൻ പറ്റും? minus h cross square divided by 2 mu into 1 by r into r square നമ്മൾ എന്ത് ചെയ്തു? 1 by theta of theta into sin theta into dou by dou theta sin theta into dou by dou theta theta of theta minus m square divided by sin square theta 1 by r square നമ്മൾ പുറത്തേക്ക് എടുത്തു. then minus e square divided by 4 pi epsilon 0 mod r is equal to e എന്ന് കിട്ടി. സോ ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം? എഗെയിൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. 1 by theta of theta into sin theta into dou by dou theta into sin theta dou by dou theta into dou of theta minus m square divided by sin square theta minus beta എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Okay, so നമ്മുടെ equation will become 1 by sin theta, that is 1 by sin theta dou by dou theta sin theta into dou by dou theta theta of theta minus m square അല്ല ഇതിൽ നിന്ന് this is equal to minus beta into theta of theta എന്ന് കൊടുക്കാൻ പറ്റും. ഇതിനെ റീഅറേഞ്ച് ചെയ്യാണ് കേട്ടോ. റീഅറേഞ്ച് ചെയ്ത് 1 by sin theta into സ്റ്റെപ്പുകളൊക്കെ നോക്കിക്കോ. ഡോ ബൈ ഡോ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ ഇൻറ്റു ഡോ ബൈ ഡോ തീറ്റ ഓഫ് തീറ്റ ഡിവൈഡ് ബൈ ഡോ തീറ്റ മൈനസ് എം സ്ക്വയർ ഡിവൈഡ് ബൈ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് ബീറ്റ ഇൻറ്റു തീറ്റ ഓഫ് തീറ്റ ഇസ് ഈക്വൽ ടു 0. So that is our equation will become 1 by sin theta into dou by dou theta of sin theta into dou by dou theta of theta plus beta minus m square divided by sin square theta into theta of theta is equal to 0. സോ നമുക്ക് എന്ത് ചെയ്യാം? ഈ 0 എന്നുള്ള വാല്യൂ കിട്ടിയല്ലോ. അപ്പം അതിനെ നമുക്ക് ഇക്വേഷൻ 9b സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതാണ് ഇക്വേഷൻ 9b. ഓക്കെ, അതിലല്ലേ നമ്മൾ മൈനസ് ബീറ്റ എന്നൊരു ടേമിന് കൊടുത്ത് ഇത്രയും നമുക്ക് കിട്ടി. അപ്പോൾ ഈ ഇത്രയും ടേം 0 ആണ് കിട്ടി. അത് നമ്മൾ 9b സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഇക്വേഷൻ 10 is substituting in 9b. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. രണ്ട് സൈഡും ആർ ഓഫ് ആർ വെച്ചിട്ട് എന്ത് ചെയ്തു? മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്യാൽ മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 മ്യൂ ഇൻറ്റു ആർ ഓഫ് ആറുകൾ എന്തായിട്ട് പോയി? നമുക്ക് ക്യാൻസൽ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ആർ ഓഫ് ആർ വെച്ചിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാണ്. ഓക്കെ, put it as equation number 11a. Now equation 9 നോക്കുക. അതിലെന്താണ്? ഡി സ്ക്വയർ ഫൈവ് ഓഫ് ഫൈവ് ഡിവൈഡ് ബൈ ഡി ഫൈവ് സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് എം സ്ക്വയർ ഫൈവ് ഓഫ് ഫൈവ് അല്ലേ? സോ അതിൽ ജനറൽ സൊല്യൂഷൻ എന്താണ്? എ ഇ റേസ് ടു ഐ എം ഫൈവ് ആണ് കിട്ടും. ഇതിൽ നമുക്ക് എമ്മിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഫൈയുടെ വാല്യൂ 0 to 2 പൈ അല്ലേ വാരി ചെയ്യുന്നത്? 0 എന്ന് പറയുന്നത് മിനിമം വാല്യൂ, അതേപോലെ തന്നെ 2 പൈ എന്ന് പറയുന്നത് മാക്സിമം വാല്യൂ ആണ്. ഇ റേസ് ടു ഐ എം ഫൈവ് ആണ് കിട്ടിയല്ലോ. അപ്പോൾ അതിൽ നമുക്ക് എമ്മിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. എമ്മിൻ്റെ വാല്യൂ എന്തിനാണ് കണ്ടുപിടിക്കുന്നത്? ഫൈയുടെ വാല്യൂ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എമ്മിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണേ. സോ അതിൽ നമ്മൾ എന്ത് ചെയ്യണം? നോർമലൈസേഷൻ കണ്ടീഷൻ എന്താണ്? സൈ സ്റ്റാർ സൈ ഡി ടു ഇൻ്റഗ്രൽ സൈ സ്റ്റാർ സൈ ഡി ടു ഇസ് ഈക്വൽ ടു 1 ആണ്. ഇവിടെ നമ്മുടെ സൈ എന്ന് പറഞ്ഞാൽ മൂന്ന് ടേംസ് ഉണ്ടായിരിക്കും അല്ലേ? ഇതിൻ്റെയൊക്കെയാണ് ആർ തീറ്റ ആൻഡ് ഫൈ, ദാറ്റ് ഈസ് ആർ ഓഫ് ആർ ഇൻറ്റു തീറ്റ ഓഫ് തീറ്റ ഇൻറ്റു ഫൈ ഓഫ് ഫൈ ആണ് നമ്മുടെ ഇവിടുത്തെ സൈ എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ കേസിൽ. ഓക്കെ, ആൻഡ് നോർമലൈസേഷൻ കണ്ടീഷൻ ഇമ്പോസ് ചെയ്യുമ്പം ആറിൻ്റെ വാല്യൂ 0 to ഇൻഫിനിറ്റി ആണ്. തീറ്റയുടെ വാല്യൂ എവിടെ മുതൽ ഇവിടെ വരിക? 0 to പൈ ആണ് വാല്യൂ ചെയ്യുന്നത്. ഫൈൻ്റെ വാല്യൂ 0 to 2 പൈ ആയിരിക്കും അല്ലേ? ആർ സ്റ്റാർ ഓഫ് ആർ തീറ്റ സ്റ്റാർ ഓഫ് തീറ്റ ഇൻറ്റു ഫൈവ് സ്റ്റാർ ഓഫ് ഫൈവ് ഇൻറ്റു ആർ ഓഫ് ആർ ഇൻറ്റു തീറ്റ ഓഫ് തീറ്റ ഇൻറ്റു ഫൈവ് ഓഫ് ഫൈവ് ഇൻറ്റു ഡി ടു എന്ന് പറയാം ഡി ആർ ഡി തീറ്റ ആർ സൈൻ തീറ്റ ഡി ഫൈവ് ഇസ് ഈക്വൽ ടു 1 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഓരോന്നിനും ഇൻറ്റഗ്രൽ അപ്ലൈ ചെയ്യാണ്. integral r equal to 0 to infinity r square r of r star of r into r of r dr integral from theta 0 to pi theta യുടെ ഫംഗ്ഷൻ integral from phi is equal to 0 to 2 pi phi ൻ്റെ ഫംഗ്ഷൻ equal to 1. ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഓരോന്നിനും ഈച്ച് ഇൻ്റഗ്രൽ സെപ്പറേറ്റ്ലി ഈക്വൽ ടു 1 ആയാൽ ടോട്ടൽ പ്രൊഡക്റ്റും ഈക്വൽ ടു 1 ആവുമല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു മെത്തേഡാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. സോ ഇൻ്റഗ്രൽ ഫ്രം r is equal to 0 to infinity r square into r star of r into r of r dr is equal to 1 ആണ്. അതുപോലെ തന്നെ തീറ്റ is equal to 0 to pi തീറ്റ സ്റ്റാർ ഓഫ് തീറ്റ ഇൻറ്റു
ബീറ്റ ഓഫ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ ഡി തീറ്റ ഇസ് ഈക്വൽ ടു 1 ആണ്. അതുപോലെ തന്നെ ഫൈ ഇസ് ഈക്വൽ ടു 0 ടു പൈ ഫൈ സ്റ്റാർ ഓഫ് ഫൈ ഇൻറ്റു ക്യാപിറ്റൽ ഫൈ ഓഫ് ഫൈ ഇൻറ്റു ഡി ഫൈ ഇസ് ഈക്വൽ ടു 1 ആണ്. സോ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു കഴിഞ്ഞു ഫൈ ഓഫ് ഫൈ ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ഇ റേസ് ടു ഐ എം ഫൈ ആണെന്നുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഫൈൻ്റെ മാക്സിമം വാല്യൂ അറിയാം, മിനിമം വാല്യൂ അറിയാം. ഫൈൻ്റെ മിനിമം വാല്യൂ എടുക്കുക. ഫൈ ഇസ് ഈക്വൽ ടു 0 ആണ്. ദാറ്റ് ഈസ് ഫൈ ഇസ് ഈക്വൽ ടു എ ഇ റേസ് ടു ഐ എം 0. ദാറ്റ് ഈസ് എ ആണെന്ന് കിട്ടി, ക്യാപിറ്റൽ ഫൈ. അതേപോലെ തന്നെ സ്മോൾ ഫൈ ഇസ് ഈക്വൽ ടു 2 പൈ ആവുന്ന സമയത്ത് ക്യാപിറ്റൽ ഫൈ ഓഫ് ഫൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ ഇ റേസ് ടു ഐ എം ഇൻറ്റു 2 പൈ അല്ലേ.